നമസ്കാരം. ലൂർദ് പുരോട്ടോ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോസ് കൊട്ടാരത്തിൽ. ഇവിടെ മരുതൂര് ചെമ്പമ്പല ഭാഗത്താണ് എൻ്റെ വീട്. ഞാൻ പുരോട്ടോ മാതാവിൻ്റെ നൊവേനയും ലതീഞ്ഞുമായിട്ട് എൻ്റെ ഓർമ്മകാലം തൊട്ട് ഞാൻ പങ്കുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഓർമ്മയിൽ ആദ്യകാലങ്ങളിൽ പ്രദക്ഷിണമൊക്കെ നടത്തുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു 500 ആൾ താഴെ, ഒരു 300-400 ആളൊക്കെയാണ് ആ റോഡിൽ അന്ന് നിരക്കാനുണ്ടാകും. അത് അന്നും നിരക്കുമ്പോഴും എനിക്കറിയാവുന്ന ആൾക്കാരിൽ അന്നും ഹിന്ദുക്കളായ ആൾക്കാർ, നമ്മുടെ അന്യമതസ്ഥർ അത് തിരിയും പിടിച്ച് പ്രദർശിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ ഓർമ്മയിൽ കാണുമ്പോൾ ഈ രാവിലെ ഞാനിപ്പോൾ 6 മണിക്കോ 5 മണിക്കോ കൽക്കാട്ടി എന്നാലും വണ്ടി ഓടിക്കണ ഡ്രൈവർമാരും അവർ ആ ഓട്ടോയിൽ വന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ച്, പിന്നെ ഹിന്ദുക്കളാണെങ്കിൽ ഒരു പ്രത്യേകതയുള്ളത് എന്നാന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ആ ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ട് പുരോട്ടോ മാതാവിൻ്റെ മുമ്പിലേക്ക് കയറി ഇന്ന് കൈകൂപ്പി മുകളിലേക്ക് നിന്ന് അവർ പ്രാർത്ഥിച്ച് വണങ്ങി ഇറങ്ങി ഒരു തിരിയും കത്തിച്ച് വണ്ടി ഓടിക്കുന്നവരെ പല ആൾക്കാരെയും എനിക്ക് പരിചയമാണ്. പിന്നെ ഒരു 1998-2000 കാലഘട്ടത്തിൽ തുടിയമ്പളായ്ക്കൽ ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ മാതാവിനോട് കൂടുതൽ ഭക്തിയുള്ളതാണ്. അങ്ങനെ ആ അച്ഛൻ അവിടുത്തെ കാര്യങ്ങളിലൊരു പ്രത്യേക ശുഷ്കാന്തി എടുത്ത് മാതാവിൻ്റെ ലതീഞ്ഞും പുരോട്ടോയുടെ എല്ലാ പ്രാർത്ഥനാ കാര്യങ്ങളിലുമൊക്കെ ആത്മീയമായ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഉത്തേജനം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അച്ഛനായിരുന്നു. അന്ന് തൊട്ട് ഈ അച്ഛൻ്റെ കൂടെ 2 കൊല്ലം കൈക്കാരനായിട്ടിരിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനിൽ നിന്ന് പള്ളി സംബന്ധമായ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2006 പൂനാട്ടത്തിൻ്റെ കാലത്ത് ഞാൻ പള്ളിയിൽ 2 കൊല്ലം കൈക്കാരനായിട്ട് സേവനം ചെയ്തു. ലതീഞ്ഞും ഭക്തി നിർഭരമായ കാര്യങ്ങളെല്ലാം കുഴിയഞ്ഞച്ചൻ്റെ കാലത്ത് ഞാൻ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ സജീവമായിട്ട് പുരോട്ടോ മാതാവിൻ്റെ കാര്യങ്ങളിലെല്ലാം പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ടാണ് എല്ലാവരും പ്രവർത്തിച്ചുണ്ട്. എന്ത് നമ്മൾ നടുതല കൃഷി ചെയ്തുണ്ടാക്കിയ ആദ്യത്തെ കിട്ടണ വിളവ് അത് ഒത്തിരി ആൾക്കാർ പള്ളിയിൽ കൊണ്ടുവന്ന് ആ മാതാവിൻ്റെ അടുത്ത് നേർച്ച കാഴ്ച സമർപ്പിച്ച് പോണ കണ്ടിട്ടുണ്ട്. അത് അന്യമതസ്ഥൻ്റെയും അതേ സമയത്ത് ഇപ്പോൾ പുരോട്ടോ മാതാവിൻ്റെ ലതീഞ്ഞും പ്രദർശനമൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു 10,000 ആളല്ല ഇപ്പോൾ തിരി പ്രദർശനത്തിനൊക്കെ പങ്കെടുക്കുന്ന അന്യമതസ്ഥരും എല്ലാവരും കൂടി അതുപോലെ ആളാണ് വന്നത്. എൻ്റെ സ്കൂൾ ജീവിതത്തിൽ വരുമ്പോൾ ഇന്നത്തെ പോലെയുള്ള ആർഭാടങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഓർമ്മയിൽ നോക്കുമ്പോൾ പന്തൽ വരെ ഇടാണ്ടാണെന്ന് എനിക്ക് തോന്നണേ. അന്ന് അവിടെ പുരോട്ടോ തിരുനാൾ നടത്തണം. അത് കഴിഞ്ഞാണ് പന്തലൊക്കെ വന്നു തുടങ്ങി. പന്തലില്ലാണ്ട് ആൾക്കാർ കുട ചൂടി ആ തിരുപ്രദർശനത്തിൽ പങ്കെടുക്കും. അന്ന് ഒരു 300-400 ആൾക്കാരെ മൊത്തത്തിൽ ആ പ്രദർശനത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2015 ഞങ്ങളുടെ വിജയുന്ന ജോൺ മുണ്ടയ്ക്കൽ അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കമ്മിറ്റിയിൽ ഒരു നിർദ്ദേശം വെച്ചു, നമുക്ക് പള്ളിക്കൊരു പേരില്ല, അപ്പോൾ അങ്ങനെ പള്ളിയുടെ ഒരു പേര് വെച്ചുകൊണ്ട് ഒരു ആർച്ച് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ തീരുമാനം എടുത്തു. അത് ആർച്ച് ആശുപത്രി റോഡിൽ, അപ്പോൾ ആശുപത്രി നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് പള്ളിയുടെ കവാടം അവിടെ മതിയെന്നുള്ള രീതിയിൽ കമ്മിറ്റിക്കാർ പറഞ്ഞപ്പോൾ ആ ദീർഘവീക്ഷണത്തോടെ അന്നത്തെ അച്ഛൻ പറഞ്ഞു, ആർച്ച് അവിടെ പണിത പള്ളി നമ്മുടെ പുരോട്ടോ മാതാവ് ഇരിക്കുന്നതിൻ്റെ അവിടെ അതിൻ്റെ ഭംഗി പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർച്ച് അവിടെ പണിയണ്ട. അങ്ങനെ ആർച്ച് പണിയുവാണ് ഈ മണിയന്തരം വഴിക്ക് നിന്ന് തന്നെ ആൾക്കാർ തന്നെ വഴിയുണ്ടല്ലോ, എൻ്റെ ഓർമ്മയിൽ അവിടെ ഒരു നെല്ലിയൊക്കെ നിന്നായിരുന്നു. ആ വഴിയിൽ കാരക്കുന്നക്കടയുടെ ഫ്രണ്ടിൽ തന്നെ ആ വഴിയിൽ ആർച്ച് വെക്കാം, അവിടെ വെക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം മുഖ്യം പറഞ്ഞു എന്നാൽ പണിയുണ്ടാകുന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിൽ കൈക്കാരനായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു ആ ആർച്ചിൻ്റെ പൈസ ഞാൻ മുടക്കി ആർച്ച് ഞാൻ പള്ളിക്ക് സംഭാവന ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ ചിലവും ഞാൻ വഹിച്ച് ഞാൻ ആ പേരൊക്കെ എഴുതി ഞാൻ ആ പള്ളിക്ക് സംഭാവന ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ നല്ല കാര്യമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ആർച്ച് പണിത് കൊടുത്തിട്ട് എനിക്ക് ഉയർച്ചയല്ലാണ്ട് എൻ്റെ സമ്പാദ്യം ഒന്നും കുറയണില്ല.
കാരണം അത് മാതാവിൻ്റെ ഭംഗി ഗ്രോട്ടോയുടെ ഭംഗി പോകാൻ വേണ്ടി ആ ആർട്ട് ഞാൻ ഇങ്ങനെ വെച്ചു. പണ്ടൊക്കെ ഒരു 10-20-25 വർഷം മുമ്പ് നെൽകൃഷിയുള്ളവർ നെൽക്കതിർ കൊയ്ത്തുകാരിൽ നിന്ന് കൊയ്യുന്നതിന് മുമ്പ് ഒരു പിടി നെല്ലെടുത്ത് ആ ഗ്രോട്ടോയിൽ ഒത്തിരി ആൾക്കാർ കൊണ്ടുവയ്ക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തേങ്ങ, എന്ത് ഉൽപ്പന്നമായാലും ആദ്യമേ ഉണ്ടാകണം ഗ്രോട്ടോ മാതാവിൻ്റെ അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ചകൾ നടത്തി പോകുന്ന ആൾക്കാർ ഒത്തിരി ഇപ്പോഴും ഉണ്ട്. പക്ഷേ കല്ലൂർക്കാട്ട് ഉള്ള ഗ്രോട്ടോയുടെ ഭംഗി ഒരിടത്തുമില്ല. ഗ്രോട്ടോ നാടിനൊരു ഐശ്വര്യമാണ്, നാടിൻ്റെ ഐശ്വര്യമാണ്. പിന്നെ എനിക്ക് ഗ്രോട്ടോയെ പറ്റി വേറെ ഒരു എൻ്റെ അനുഭവം പറയാനുള്ള, ഞങ്ങളുടെ ഈ പ്രദേശം ചില ദൂഷ്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരച്ഛൻ നമ്മുടെ അനിയൻ്റെ വീട്ടിലൊരു സാധനം കണ്ടു, ഈ മോഡലിൽ ഒരു ഗ്രോട്ടോ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞ് എൻ്റെ അനിയൻ്റെ പറമ്പിൽ ഇപ്പോഴും ഗ്രോട്ടോ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് മനഃശാന്തി കിട്ടും, സ്വസ്ഥതയുണ്ട്. അതാണ് എനിക്കുള്ള നേട്ടം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴി ഗ്രോട്ടോയുടെ അടുത്തൂടെ ചെന്നിട്ടാണ് പള്ളിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഞാൻ ഗ്രോട്ടോയിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വണങ്ങിയിട്ടാണ് ഞാൻ പള്ളിയിലോട്ട് കയറി പോകുന്നത്. ആ വണ്ടി ഓടിച്ച് തന്നെ പള്ളിയിലോട്ട് കയറി. നമുക്ക് ഇവിടെ എന്തെങ്കിലും വിറ്റ് ഉൽപ്പന്നം കിട്ടി പൈസ കൂടുതൽ കിട്ടുമ്പോൾ എൻ്റെ ഭാര്യ തന്നെ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ അതിൽ ഒരു വീതം കൊണ്ടുവന്ന് ഗ്രോട്ടോയിൽ കൊടുത്തിട്ട് നിങ്ങൾ ബാക്കി പൈസ എടുത്താൽ മതി. അപ്പോൾ ചിലപ്പോൾ 100 രൂപ ഇടും, ചിലപ്പോൾ 500 ഇടും, ചിലപ്പോൾ 1000 ഇടും. ആ ഗ്രോട്ടോയിൽ എടുത്ത് ആ നേർച്ച നമ്മൾ സമർപ്പിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഭാര്യ തന്നെ അത് ഉദ്ദേശിച്ച് നമ്മുടെ ആ ഉൽപ്പന്നങ്ങളുടെ ഒരു വീതം ഗ്രോട്ടോയിലേക്ക് നേർച്ചയായിട്ട് ഇടുക. നമുക്ക് ആ പൈസ ഇല്ലെങ്കിലും നമുക്ക് പൈസ ഉണ്ടാവും. അതാണ് ഞാൻ ചിന്തിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഇല്ലെന്നോർത്ത് ഞാൻ വിഷമിക്കണില്ല. എനിക്ക് പൈസ മാതാവ് തന്നോളെന്നുള്ള ചിന്തയിൽ ഞാൻ ആ പൈസ കൊണ്ടുവന്ന് ഗ്രോട്ടോയിൽ അങ്ങ് ഇടുക. അല്ല, ഗ്രോട്ടോ തിരുനാൾ ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഈ കൊല്ലവും 4 പേരുടെ പേരെഴുതി തിരുനാളിന് പൈസ കൊടുത്തു. അതായത് ഒരിക്കലും മുടക്കില്ല. ഒന്നിൽ എൻ്റെ പേര്, അല്ലെങ്കിൽ ഭാര്യയുടെ പേര്, എൻ്റെ പിള്ളേരുടെ പേര്, അല്ലെങ്കിൽ പിള്ളേരുടെ മക്കളുടെ പേര്. അവർ പറഞ്ഞിട്ടല്ല, ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പള്ളിക്ക് വാങ്ങി കൊടുക്കുക. അതിൻ്റെ അനുഗ്രഹം എനിക്കും കിട്ടും, പിള്ളേർക്കും കിട്ടും. കാരണം മോക്കടെ പിള്ളേർ പരീക്ഷയൊക്കെ 10ലോ ഒക്കെ അല്ലെങ്കിൽ ഡിഗ്രി പരീക്ഷ എഴുതുമ്പോൾ ഗ്രോട്ടോ അവരോട് തന്നെ ഭാര്യ വിളിച്ചു പറയുകയാണ്, അത് അച്ചാച്ചൻ ഗ്രോട്ടോ തിരുനാളിന് നിങ്ങളുടെ പേരിൽ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത് നല്ല സന്തോഷമാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.